ഡാർക്ക് സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആട് ചത്ത് കിടക്കുവാണ്. ഈ സ്ഥലത്ത് വന്ന കാണാൻ പെട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാ, മരണം ഉറപ്പാ. ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊല്ലം തിരുമംഗലം ദേശീയപാത. ഈ പോകുന്നത് 744 ദേശീയപാതയാണ്. തെന്മല ലുക്കൗട്ട് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് കല്ലടയാറിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്പോട്ട്. ഇത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു കുറച്ച് ഉൾപ്രദേശത്തോട്ടാണ്, പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഹിഡൻ സ്പോട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആളുകൾക്കൊക്കെ അറിയാം, ലോക്കലായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ നിങ്ങളിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണെന്ന്. കല്ലടയാറിൻ്റെ കൈവഴി. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് കല്ലടയാറ്. ഈ ഒഴിച്ചു കുത്തി ഒഴുകുന്നത് നമ്മുടെ പുനലൂർ ടൗണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കല്ലടയാറാണ് ഈ ഒഴുകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ഇത് കല്ലടയാറിൻ്റെ ഭാഗമല്ല, കല്ലടയാറിൻ്റെ കൈവഴികളാണ്. ഇപ്പോൾ നേരത്തെ ആദ്യം കണ്ട കണക്ക് തന്നെ ഇതിനൊക്കെയുള്ള കുറേ കൈവഴികളുണ്ട്. ഇവിടെ എതിലേക്കൂടെയൊക്കെയാണ് വെള്ളം ഒഴുകുന്നതെന്ന് വെള്ളത്തിന് തന്നെ അറിയത്തില്ല. നമുക്ക് ഇതിനൊക്കെയുള്ള കുറേ സ്ഥലമുണ്ട്. നമ്മൾ മറ്റേ വയനാട് കുറുവാ ദ്വീപിലൊന്നും പോകേണ്ട കാര്യമില്ല, വണ്ടി ഓടിച്ച് നേരെ ഇങ്ങ് പോരുന്നാൽ മതി. ഇവിടെ ഇഷ്ടം പോലെ കുറുവാ ദ്വീപുകൾ കാണാൻ പറ്റും. ഈ പാറ ഉണ്ടോ? ഈ പാറയുടെ സൈഡിലൊന്നും വെള്ളമായിട്ട് നമുക്ക് കാണുന്നില്ല, പക്ഷേ ഇങ്ങോട്ട് വന്നേ, പാറയുടെ അടിക്കൂടെ വെള്ളം നോക്കും, നല്ല ശക്തിക്ക് ഒഴുകുന്നുണ്ടോ. അപ്പുറത്ത് നിന്നാ കാണാൻ പറ്റും. വാ, ഇപ്പുറത്ത് വാ. സോറി, കാണാൻ പറ്റില്ല. പാറയുടെ അടി കൂടെ വരുന്നേ. എവിടെ ഇവിടെ ഇവിടെ ഡാർക്ക് സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആട് ചത്ത് കിടക്കുവാണ്. ആടിന്റെ ബോഡി ഫുള്ള് കാണാനൊന്നും ഇല്ല, പക്ഷെ ആടാണത്. കുരുങ്ങി അങ്ങോട്ട് കിടക്കുമെന്ന് തോന്നുന്നു. ഇതിന്റെ വീട്ടുകാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഇപ്പോൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കല്ലടയാറിൻ്റെ ഏറ്റവും രൗദ്രമായ മുഖം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കാൻ പറ്റും. നോക്കാം, വാ. ഞാൻ ഫൈനലി എത്തി എന്ന് പറഞ്ഞപ്പം ഇതാണ് സംഭവം നിങ്ങൾക്ക് തോന്നും. അപ്പോഴാണ് ഞാൻ വെറുതെ അങ്ങോട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കിയത്. ഇത് വെറും വടിവെട്ടൽ മാത്രമാണ്, അടി തുടങ്ങിയിട്ടില്ല. ഈ കാണാൻ പോകുന്ന സ്ഥലമേ 10-33 വർഷം കൊണ്ട് പുനലൂർ താമസിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ സ്ഥലത്ത് വന്ന കാണാൻ പെട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാ, മരണം ഉറപ്പാ. നോക്ക് എത്ര ശക്തമായിട്ടാണ് ഒഴുകുന്നത്. നോക്ക്, ആ കാണുന്ന പാട് കണ്ടോ, അവിടെ വരെ നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു. ഏകദേശം 2 ആഴ്ച മുമ്പ് വരെ അത്ര വെള്ളം കാണുമായിരിക്കും. കാര്യം ഇപ്പോൾ ഉണക്കാവുന്നതനുസരിച്ച് വെള്ളം കുറഞ്ഞു കിടക്കുന്നതാണ്. മഴക്കാലം ആകുമ്പോഴത്തേന് ആ വരുന്നൊരു ചാല് കണക്കായിരിക്കും ഇതിലെ വെള്ളം വരുന്നത്. ഈ ഉള്ള പാറ മൊത്തവും കവർ ചെയ്തിട്ടായിരിക്കും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ മേളിൽ കാണുന്ന പാറ കണ്ടോ, ഉരുണ്ടിരിക്കുന്നത്, ആ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റൂ, ബാക്കിയുള്ള എല്ലാം കവറാവും. ഈ ഭാഗത്തേക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കൽ പോലും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങരുത്. പാറയിൽ പറ്റുന്നത്ര വരെ പാറയിൽ പോകാവും, വെള്ളത്തിൽ ഇറങ്ങരുത്. കാരണം കുഴി എവിടെയാണെന്നോ പാറ എവിടെയാണെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഈ ഫോഴ്സ് വരുന്ന വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്, തലയിടിച്ച് ചത്തിരിക്കും. അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും ആരും ശ്രമിക്കരുത്. 2 ആഴ്ച മുമ്പുള്ള ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം എത്രത്തോളം ഇറങ്ങിപ്പോയി എന്ന് നമുക്കറിയാം. അയ്യോ, അങ്ങനെ കുറച്ചധികം നടക്കേണ്ടി വന്നാലും അധികമൊന്നുമില്ല, ഒരു 1 കിലോമീറ്റർ കല്ലടയാറിൻ്റെ രൗദ്രഭാവം അത് തന്നെ എല്ലാം കാണാൻ പറ്റി. ശരിക്കും ഞാൻ പേടിച്ചു കേട്ടോ. ഈ ഫോഴ്സ് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. അബദ്ധത്തിലാണ് വീണ് കഴിഞ്ഞാൽ തീർന്ന്. പക്ഷെ ഇത്രയും നാളായിട്ട് ഇങ്ങനൊരു വ്യൂ കണ്ടിട്ടില്ല. കുറേ ഇവൻ പറഞ്ഞ കണക്ക് കുറേ വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ കണ്ടെങ്കിലും ഇതേ കണക്കൊരു വെള്ളച്ചാട്ടം കണ്ട് പേടിക്കുന്ന ഇത് ആദ്യം കേട്ടോ. എനിക്കിനി ഹൈഡ്രോഫോബിയ വല്ലതും ഉണ്ടോ? അത് ഈ വെള്ളം കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് നോക്കടാ, ഇവിടെ ആരൊക്കെയോ ഒന്ന് ചില്ല് ചെയ്ത സ്ഥലം എന്ന് തോന്നുന്നു. വേറെ ഒക്കെ കത്തിച്ച് എന്താ പരിപാടി നമുക്കറിയത്തില്ല, പക്ഷെ സെറ്റ് സ്ഥലമാണ്. ഓറഞ്ച് തൊലിയൊക്കെ കിടപ്പുണ്ട്. ഇത് നേരത്തെ കണ്ട ആ തോടുകളെല്ലാം വന്ന് ചേരുന്നൊരു ഭാഗമാണ് ഇത്. ഇവിടെ ആ 2 മരം കാണുന്നിടത്ത് വരെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. അവിടെ ആഴമുണ്ട്, പക്ഷെ അവിടെ വരെ കുളിക്കാൻ പറ്റും. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോയാൽ മതി. സെറ്റ് സ്ഥലം. ഫാമിലി ആയിട്ടൊക്കെ വേണമെങ്കിൽ വരാം. കൊച്ചു പിള്ളേരെ കൊണ്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് കുറേ നേരം ചില്ല് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ പറ്റുന്ന ഒരു സെറ്റ് സ്ഥലമാണ്. വെള്ളച്ചാട്ടം കണ്ട് ക്ഷീണിച്ച് തളർന്ന് കിളി പോയിരിക്കുന്ന അവസ്ഥ.
വളരെ മനോഹരമായ സ്ഥലമാണെങ്കിലും കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഫിസിക്കലി ഫിറ്റ് ആകാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.